ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഒരു നോർമൽ എപ്പിസോഡായിരുന്നു. ഒരു നോർമൽ എല്ലാം, പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ആക്കി കൊണ്ടുവന്നു. ബിന്നി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ അനുമോള് ഞെവിനെ പറ്റി ഒരു മോശമായിട്ടൊരു വർത്താനം പറഞ്ഞു. അതെന്താണ് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷെഹർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുകയാണ്. അതിലോട് ചോദിക്കുന്നു. അത് വലിയൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ക്യാപ്റ്റൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റനും കുറച്ച് ആൾക്കാർ മോശമായിരുന്നു, കുറച്ച് ആൾക്കാർ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കഥ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക്കാണ്. വേറെ നല്ല സ്വർണ്ണ കപ്പും വെള്ളി ഗതയും. അത് കള്ളൻ്റെ ഒരു കഥ വെച്ചിട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ ഒരാൾ ഒരു ഇച്ചിരി കഥ പറയും, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് മറ്റൊരാൾ പറയണം. അങ്ങനെ എല്ലാവരും കഥ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനം ഒരു എൻഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അതുപോലെ തന്നെ അനീഷിന്റെ മറ്റേ സ്റ്റോർ റൂം ഇഷ്യൂ വേറെ ഒന്നുമല്ല. അനീഷിനെ മറ്റേ സ്റ്റോർ റൂമിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമല്ല, ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ, മറ്റേ ആദിൽ ദേഷ്യപ്പെട്ട്. അതിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, ഒരു നോർമലായിട്ട് പോയി അതൊക്കെ. പിന്നെ ബിഗ് ബോസ് ലാലേട്ടൻ പറയാണ്, ബിഗ് ബോസിനോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് കുറച്ച് ഫുഡും ഇതൊക്കെ ആയിട്ട്, കാരണം ഒരു ക്ഷീണം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഫുഡും പാലും മുട്ടയൊക്കെ തരാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്രസ്സിങ് റൂം വിഷയമാണ്. അതാണ് ഇന്നത്തെ ശരിക്കും ഉള്ളതിൽ ഹൈലൈറ്റ്. അതാണ് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് 3 പേര് ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, മൈക്ക് വെച്ച് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അനുമോളാണെങ്കിൽ അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ നിങ്ങൾക്കത് അറിയത്തില്ലേ? നിങ്ങളുടെ ഇത് കണ്ടിട്ട് അറിയാൻ പാടില്ലാത്ത പോലെ ഉണ്ടല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അയ്യോ അറിയാം ലാലേട്ടാ, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് എന്ന് അവസാനം ഉത്തരം പറയുന്നുണ്ട്. നമ്മുടെ വേറെ ഒന്നുമില്ല, നമ്മുടെ ആദില, നൂറ, അനുമോൾ, ഇവർ 3 പേരാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മൈക്ക് വെച്ച് സംസാരിക്കുന്നത്. അത് ഭയങ്കര ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഈ ആഴ്ച അങ്ങനെ നടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ അനുമോളുടെ മയക്ക് ഊരി വെക്കുന്നത്, അതും ഇന്നത്തെ ഒരു ഹൈലൈറ്റ് സാധനം വരുന്നത്. നെവിൻ അനുകരിച്ച് കാണിച്ചു അനുമോൾ എങ്ങനെ. അനുമോള് നൈസായിട്ട് മയക്ക് ഊരിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ നെവിൻ കൃത്യമായിട്ട് എടുത്ത് കണ്ടിരുന്നത്. അതുള്ളത് തന്നെയാണ്. കാരണം ഞാൻ പോലും കണ്ടിട്ടുണ്ട് അനുമോൾ മൈക്ക് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഊരിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതും ഒരു വിഷയമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡിൽ ഇത്തരം വിഷയങ്ങളാണ് പറഞ്ഞോളൂ, പക്ഷെ വലിയ രീതിയിൽ കണ്ടന്റ് ആയിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനുശേഷം ബിന്നിയുടെ എവിക്ഷൻ നടക്കുകയാണ്. അതിൽ അവസാനം കുറച്ച് പേര് സേവ് ആക്കിയിട്ട് ഞാനത് ഓർക്കുമ്പോൾ സാബുമാൻ തന്നെ ആദ്യം തന്നെ സേവ് ആക്കി. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ആ സാബുമാനോട് നിൽക്കുന്നത്? സാബുമാൻ ശരിക്കും ഒരു ഡിസേർവിങ് ഇല്ല. ഒരു സ്റ്റേജ് കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാതെ വേസ്റ്റ് ആക്കി കളയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബിഗ് ബോസിൽ പറഞ്ഞാൽ എത്ര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്ന് അറിയോ? അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുക. ഇതുപോലെ യൂസ്ലെസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അതിലിരിക്കുന്നത്. കാരണം ഒരു സംഭവം നമുക്ക് ആ സ്റ്റേജ് കിട്ടി. ഞാൻ പറയുന്നത് അതിൽ ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സാബുമാൻ അത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സാബുമാൻ ഒട്ടും ആ ഒരു ഇത് യൂസ് ചെയ്യുന്നില്ല. സ്റ്റേജ് അല്ലെങ്കിൽ അവർക്ക് ഒരു വേദി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാബുമാൻ സേഫ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ഇത് ശരിക്കും നടക്കുന്നത്? വളരെ മോശം. നിങ്ങൾ ചെയ്യുന്ന വോട്ട് അതിൽ ബെറ്റർ ബിന്നി ആയിരുന്നു. നമ്മൾ കരുതി നെവിനൊക്കെ ആയിരുന്നു, പക്ഷെ ബിന്നിയാണ് ഔട്ട് ആവുന്നത്. വളരെ അൺഫെയർ ആണ്. അൺഫെയർ എന്ന് വെച്ചാൽ സാബുമാൻ ഉള്ളപ്പോൾ മാത്രം, അല്ലാത്തപ്പോൾ അൺഫെയർ ഒന്നുമല്ല. സാബുമാൻ ഉള്ളതുകൊണ്ട് മാത്രം ബിന്നി അൺഫെയർ ആണ് എവിക്ഷൻ. അപ്പോൾ ബാക്കി 3 പേരായ അക്ബർ, ലക്ഷ്മി, ബിന്നി, ഇവർ 3 പേരും വരെയാണ്. നമ്മുടെ സീസൺ 6 ഒരു ടോപ്പ് 5 വേണ്ടിയിട്ട് ശ്രീധുന എവിക്റ്റ് ആക്കുന്ന ശ്രീധു എവിക്റ്റ് ആവുന്ന എപ്പിസോഡിൽ അവരെങ്ങനെ എവിക്റ്റ് ചെയ്ത് ഒരു ചില്ല് ബൗളിൻ്റെ അകത്ത്, ബൗളല്ല, ഒരു ചില്ല് സർക്കിളിൻ്റെ അകത്ത് കുറേ മറ്റേ തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടാവും. അതിൽ അവരുടെ ഫോട്ടോ അപ്പുറത്തുണ്ടാവും. ആ ബോൾസിൻ്റെ അപ്പുറത്ത് അത് പൊട്ടിച്ചിട്ട് ആ ഒരു ബോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. അപ്പോൾ സേവ് ആണ് എവിക്റ്റ് ആണെന്ന് എഴുതി കാണിക്കും. അതിൽ ആരാണ് സേവ് ആവുന്നതും ആരാണ് എവിക്റ്റ് ആവുന്നത് അങ്ങനെ ബിന്നിയാണ് എവിക്റ്റ് ആവുന്നത്. എല്ലാവരോടും പറയുന്നുണ്ട്. ബിഗ് ബോസിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് ഇവിടെ തീർന്നു, പുറത്ത് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും വേണ്ടത്.
ആരും വെറുപ്പ് വെക്കരുത്. കാരണം എല്ലാവരും ബിഗ് ബോസിലുള്ളത് എങ്ങനെയാണോ അങ്ങനെ ഓക്കെ. പക്ഷെ അത് ബിന്നി പറഞ്ഞൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ബിന്നിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ബിന്നി അതല്ല വിറ്റ് ഇതെല്ലാം കഴിഞ്ഞത്തേക്കും ആരോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, സാബുമോൻ ചേട്ടൻ വന്നതിന് ശേഷം വന്നപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരാൾ ഔട്ടാവുമെന്ന്. കൃത്യമായിട്ട് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. സാബുമോൻ പറഞ്ഞതും ബിന്നിയുടെയും അതൊരു സ്റ്റേജിൽ വെച്ച് ലാലേട്ടന് ചോദിക്കുന്നുണ്ട്, സാബുമോൻ അങ്ങനെ പറഞ്ഞു, ആ ലാലേട്ട സാബുമോൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ എവിക്ടറായി. പിന്നീട് വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടും നല്ല രസമായിരുന്നു. പിന്നെ ബിന്നോട് ചോദിക്കുകയാണ് ആരെ മിസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നെവിനെ മിസ് ചെയ്യും, ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ആദ്യം എന്ന് പറയും, പിന്നെ വേണ്ട അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകുമെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ പോകുന്നു. ലാലേട്ടൻ അവരോടൊക്കെ ഗുഡ് നൈറ്റും പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു ടാസ്ക് വരാൻ പോകുന്നു മക്കളെ, ഫിസിക്കൽ ടാസ്ക്. ലാലേട്ടൻ തന്നെ പറയുന്നു അടുത്ത ആഴ്ച നമുക്ക് ഒരു ഫിസിക്കൽ ടാസ്കോ മെന്റൽ ടാസ്കൊക്കെ വരാൻ സാധ്യത. അപ്പം ഞാൻ സമാധാനമായി, ഫിസിക്കൽ ടാസ്ക് വന്നല്ലോ അത് മതി. എനിക്ക് ഫിസിക്കൽ ടാസ്ക് ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. ആകെ ആ ഒരു കൊടി കുത്തുന്ന ഒരു സംഭവമാണ് ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ വന്നിരിക്കും, വേറെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫിസിക്കൽ ടാസ്ക് വരുന്നത്. കാരണം ഈ സീസണിൽ ഫിസിക്കൽ ടാസ്ക് ഇതുവരെ വന്നിട്ടില്ല. സോ നമുക്ക് കാണാം എങ്ങനെ ഉണ്ടാവും ഫിസിക്കൽ ടാസ്ക് എന്നോട്ട് നോക്കാം. അങ്ങനെ ലാലിന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ രാത്രി നെവിൻ ചായ വെക്കുന്നുണ്ട്, പാലൊക്കെ ചായ വെക്കുന്നുണ്ട്. പാല് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നുണ്ട്. അനുമോള്, ആദില, നൂറ ഒരു മൂന്നിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. പാലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുമോളാണ് ആദ്യമേ പറയുന്നുണ്ട്, നെവിനായിരിക്കും അവൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി നെവിൻ തന്നെയാണ്. എന്നിട്ട് വാക്കുകാർക്ക് ഉണ്ടാവുന്നു നെവിനും ഇതായിട്ടും. അതിനുശേഷം നെവിനെ പറ്റി അനുമോൾ ഒരു മോശം, നിന്റെ മോന്തം കാണുമ്പോൾ എനിക്ക് അറുപ്പാണ് എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിപ്പോൾ അനുമോൾ പറഞ്ഞത്. കാരണം ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാൻ അറുപ്പാണ് എന്ന് പറയുമ്പോൾ ഓക്കെ സമ്മതിക്കാം. ഒരാളുടെ മുഖം നോക്കി ഒരു ബോഡി ഷേമിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നടന്നത് അല്ലേ. അനുമോള് എൻ്റെ കണ്ണിലതാണ് അനുമോള് നെവിനെ പറ്റി പറഞ്ഞൊരു ബോഡി ഷേമിങ് രീതിയിലാണ് അത് പറഞ്ഞത്. എനിക്ക് ഇതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു അറുപ്പാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പുറത്ത് കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ഫീലായിരിക്കും എന്ന് അനുമോള് മനസ്സിലാകത്തില്ല. കാരണം അനുമോള് പറഞ്ഞു വളരെ മോശമാണ്. അക്ബർ അത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബർ ഇപ്പോൾ ഞാൻ ഒരിടക്ക് പറഞ്ഞിരുന്നു, അപ്പം അനുമോനെ വീക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അക്ബർ പറയേണ്ട ഒരാൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, അത് വളരെ മോശമായിപ്പോയി അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് കണ്ടിട്ട് ഒരു കയറ് പിടിക്കുക, 3 പേരുണ്ടാവും. ആരാണ് കൈ വിടുന്നത് അവർ ഔട്ടാവും. അങ്ങനെ കൈവിട്ട അവസാനം ഒരാളാവുമല്ലോ, അവരാണ് പിന്നെ ക്യാപ്റ്റൻ ആവുന്നതെന്ന്. ഞാൻ പറയുന്നത് സാബുമാനാവണോ? സാബുമാനൊന്നും ആവണ്ട. ആരിന് ഒരു പ്രാവശ്യം ആയതാണോ? ഒരു പ്രാവശ്യം ആയതാണെന്ന് തോന്നുന്നു. അനുമോളായിട്ടില്ല. അപ്പം അനുമോളാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനുമോളായിട്ട് ഇത് എങ്ങനെ കൊണ്ടുപോകും, ഒരു വഴക്ക് എന്തായാലും നടക്കും, ഉറപ്പാണ്. അനുമോൾ ക്യാപ്റ്റനായ ഒരു വഴക്ക് ഉറപ്പായിട്ട് നടക്കും. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നാളത്തെ നോമിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അതായിരിക്കും